ഗവർണർക്കൊപ്പം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനത്തിന് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകി പോകില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. അതേസമയം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചായിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയോട് മറുപടി ആവശ്യപ്പെട്ടത്. ആന്റണി രാജു ഇവിടെ പറഞ്ഞു, നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കണ്ടത് ഞങ്ങൾ വിമർശിച്ചുവെന്നും. കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ ഇതിനു മുമ്പും കേന്ദ്രത്തിലെ മന്ത്രിമാരും വലിയ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കാണാറുണ്ട്. അതൊക്കെ ഔദ്യോഗികമായ നടപടിയാണ്. സാർ, ഞങ്ങൾ വിമർശിച്ചത് എന്താണ്? PRDയുടെ ഇത് ഞാനൊന്ന് വായിക്കാം. കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് കൂടിക്കാഴ്ച നടത്തി. ബുധനാഴ്ച രാവിലെ 9:30 അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. സാർ, എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് നടത്തിയതെന്ന് നമുക്കറിയണ്ടേ? ഗവർണറുടെ സാന്നിധ്യത്തിൽ, ഗവർണർ നല്ല മനുഷ്യനാണ്, പക്ഷെ ഗവർണർക്കൊരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവർണർമാർ എപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? PRDയുടെ ഈ പത്രക്കുറിപ്പിൽ അതില്ല. PRDയുടെ പത്രക്കുറിപ്പിൽ നിങ്ങൾ പറയുന്നില്ല. ധനകാര്യ വകുപ്പിന്റെയും കോർപ്പറേറ്റ് അഫയേഴ്സിന്റെയും മന്ത്രിയായ നിർമ്മല സീതാരാമനുമായി നിങ്ങൾ എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല സാർ, ഞങ്ങൾക്കൊക്കെ ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളാണ്. ഞങ്ങൾ പണ്ട് AK ആന്റണിയും K കരുണാകരനും മന്ത്രിമാരായിരുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരായപ്പോഴാണ് അവർ വന്ന് കാണുന്നത്. ഇത് BJPയിലെ 3ാം സ്ഥാനത്ത് വഹിക്കുന്ന ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ്? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഇന്ത്യയിലെ ഗവർണർമാർ ഇന്ന് കളിക്കുന്ന രാഷ്ട്രീയം ചെറുതല്ല സാർ. ഇന്ന് രാജ്ഭവന് മുമ്പിൽ സത്യാഗ്രഹമുണ്ട്, CPMന്റെ ആണ്. ആ സത്യാഗ്രഹം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ എന്നെങ്കിലും ഒരു കാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ആഭ്യന്തരമന്ത്രിക്കെതിരെയോ അങ്ങ് ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് വിമർശിച്ചിട്ടുണ്ടോ? അവരുടെ നയങ്ങളെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങക്ക് കൂടുതൽ സൗകര്യമായി പ്രകാശ് കാരാട്ട് 2016 പറഞ്ഞ BJPയും RSSും ഫാസിസ്റ്റ് അല്ല എന്ന് 2016 തൊട്ട് എഴുതുന്ന പ്രകാശ് കാരാട്ടിന്റെ ലൈൻ അങ്ങയുടെ ലൈനായി മാറുന്നു. യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അംഗീകരിക്കില്ലായിരുന്നു. ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന നിങ്ങൾ കേരളത്തിൽ BJPയുമായി കൈകോർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ റിഹേഴ്സലാണ് ഡൽഹിയിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ റിഹേഴ്സൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. BJPയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ ധാരണയുണ്ടാക്കി തുടർഭരണമുണ്ടാക്കിയ നിങ്ങൾ ആ സാഹചര്യം ഇനിയും ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറയണം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വല്ലാത്ത സംഭവമാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. MP-മാർക്ക് വിരുന്നു നൽകാനാണ് ഗവർണർ പോയത്. ഞാൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. വിമാനത്തിൽ യാത്ര ഒരുമിച്ചായിരുന്നു. വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു. MP-മാരുടെ പരിപാടിയിൽ ഞാനും പങ്കെടുത്തു. അവിടെ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരണമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചതാണ്. അദ്ദേഹം സമ്മതിച്ചു. രാവിലെ തന്നെ വരികയായിരുന്നു. അല്ലാതെ ഗവർണർ ഇട്ട പാലത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയതല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല. കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത്. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കേന്ദ്ര സർക്കാരിനെ നവഫാസിസ്റ്റ് എന്ന് വിലയിരുത്തിയ CPM നിലപാടിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ്. എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തുകളഞ്ഞ ഒരു കാലം ഇന്ത്യയിലുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.